ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് ജനിക്കുന്ന പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, തമിഴ്നാട്ടിലുള്ള തന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് ആൻഡ് ഒരു ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റിലാണ് വന്നിരിക്കുന്നത്. എനിവേ കുറച്ച് നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടെനിക്കായിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷനിലേക്ക് എനേബിൾ ചെയ്യാം, ഷെയർ ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് ഒരു ന്യൂസ് കാണുന്നതിൽ എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ന്യൂസ് നമ്മുടെ ഇന്ത്യ യു കെ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, ഇന്ത്യ യു കെ ട്രേഡ് ഡീലിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഏകദേശം കൊണ്ട് പരിപാടികളെല്ലാം തീരുമാനമായിരിക്കുന്നു. അതിനകത്ത് പുതിയ ഒരു വിസ സെറ്റപ്പ് ഇന്ത്യക്കാർക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ആ കാര്യം വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. നമുക്ക് നോക്കാം അതിൻ്റെ അകത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ. നമുക്കറിയാം ഇന്ത്യ യു കെ ട്രേഡ് ഡീലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു നല്ലൊരു സംഭവം കിട്ടിയത് എന്തെന്ന് എല്ലാവർക്കും അറിയാം. യങ് പ്രൊഫഷണൽ സ്കീം. അതായത് എല്ലാ വർഷവും 2 വർഷമായിട്ട് എല്ലാവരും ഒരു 3000-ഓളം വിസകൾ എല്ലാ വർഷവും നമ്മുടെ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഒരുപാട് മലയാളികളെ യങ് പ്രൊഫഷണൽ സ്കീമിലൂടെ നമ്മുടെ ചാനലിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ വലിയൊരു ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇനി ജൂലൈയിൽ ഓപ്പൺ ആകുന്ന യങ് പ്രൊഫഷണൽ സ്കീമിനകത്തും തീർച്ചയായിട്ടും നമ്മൾ ആളുകളെ കൊണ്ടുവരും. ഓക്കെ, അത് കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ചാനൽ സബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി നയിച്ചു കൊടുത്തോ. ഈ ഒരു ചാനൽ കണ്ടിട്ട് ഇതേപോലെ യങ് പ്രൊഫഷണൽ സ്കീമിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് പേര് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ഇന്ത്യ ആൻഡ് ദ യു കെ ആർ ക്ലോസ് ടു ഫൈനലൈസ് എ ട്രേഡ് എഗ്രിമെൻറ്റ്. വിസ റൂൾസ് ആർ മേജർ ഡിസ്കഷൻ പോയിന്റ്. അതായത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് വിസ റൂളുകളിൽ ഇളവുകൾ കൊണ്ടുവരാനായിട്ട് ട്രേഡ് ഡീലിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു വലിയൊരു കയ്യടി കൊടുക്കേണ്ട ഒരു സംഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ യു കെയിൽ കറൻറ്റ്ലി ഇരിക്കുന്ന ആളുകൾക്ക് എന്താണ് വിസ നിയമങ്ങൾ, അത് എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യും എന്ന് വേറെ ആരോട് ചോദിക്കേണ്ട. യു കെയിൽ വന്ന് പഠിക്കാൻ വന്നിട്ടുള്ള അല്ലെങ്കിൽ യു കെയിലുള്ള മലയാളികളോട് ചോദിച്ചാൽ മതി. ഈ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ഓരോ നിയമങ്ങളും നമ്മളെ എങ്ങനെയാണ് കഴുത്ത് ഞെരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സോ അതിനകത്തൊക്കെ ഒരു ഇളവ് കൊണ്ടുവരുമെന്നുണ്ടെങ്കിൽ വളരെ 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 ഒരുപാട് പേര് ഹാപ്പിയാവും. അങ്ങനെ നടക്കട്ടെ, അങ്ങനെ കൊണ്ടുവരാനായിട്ട് സഹായിക്കണേ മോദിജി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു ട്രേഡ് ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത് ഇവരൊക്കെയാണല്ലോ. അതുകൊണ്ട് പറഞ്ഞു ദ യു കെ വിൽ ഓഫർ ലിമിറ്റഡ് ബിസിനസ് വിസ ടു ഇന്ത്യൻ വർക്കേഴ്സ്. അതായത് പുതിയൊരു സംഭവമാണ്, പരീക്ഷണമാണ്. ഓക്കെ, ലിമിറ്റഡ് ബിസിനസ് വിസകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് ഇപ്പോൾ എന്താ പറയുക തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും അറിയാം, യു കെയിലാണ് ഒരു ബിസിനസ് വിസ എന്നുള്ള സംഭവം വളരെ ടഫാണ്, ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഓക്കെ, സോ ഇങ്ങനൊരു സംഭവം കൊണ്ടുവരുന്നതും ഇന്ത്യക്കാർക്ക് ഇപ്പോൾ ഒരു കുറച്ച് ലിമിറ്റഡ് വിസകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ അത് വരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകാർക്ക് യു കെയിലേക്ക് വരാനും ബിസിനസ് ചെയ്യാനും സാധിക്കുന്നൊരു കാലം വിദൂരമല്ല എന്ന് വേണമെങ്കിൽ പറയും. ഇപ്പോൾ ഒരുപാട് പേര് യു കെയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം അവർക്കൊക്കെ കൂടി യൂസ് ആവുന്നൊരു മറ്റൊരു കാര്യം. കാരണം ഇവിടെ ഒരുപാട് പാർട്ട്നേഴ്സ്, അതായത് നാട്ടിലുള്ള ഫ്രാഞ്ചൈസി എടുത്ത് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അപ്പോൾ പാർട്ട്നേഴ്സിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻസുകൾ അവിടെ വരും. ഓക്കെ, അത് ഇന്ത്യ വാണ്ട്സ് ഫേം ടു റിക്കവർ പെൻഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ഷോർട്ട് ടേം വിസ. അതായത് ഇവിടെ പെൻഷൻ സ്കീമിനകത്ത് കുറച്ച് അളവുകൾ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ ഓൾറെഡി ഈ പറഞ്ഞ പരിപാടികളുണ്ട്. അതുപോലെ ഇന്ത്യ ഓൾസോ സീക്സ് എക്സംഷൻസ് ഫ്രം ദ യു കെ കാർബൺ ബോർഡർ ടാക്സ്. അത് നമുക്ക് നോക്കാം. നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അതാണ് മെയിനായിട്ട്. അത് എന്തായാലും നമുക്ക് അതിനകത്ത് നോക്കാം. പക്ഷേ ഈ ട്രേഡ് ഡീലിൻ്റെ ഭാഗമായിട്ട് ഇവർ ചർച്ച ചെയ്തതിൽ യു കെയിലെ സ്റ്റുഡൻസിന് ഇല്ലെങ്കിൽ യു കെയിലെ മറ്റ് വിസകളുടെ ഇളവുകൾ കൊണ്ടുവരാനായിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം യു കെയിലേക്ക് ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിയമങ്ങൾ വന്നതുകൊണ്ട് തന്നെ നമുക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഒരു സംഭവം നിങ്ങളൊക്കെ കൂടി സംസാരിച്ച് സെറ്റപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഇന്ത്യക്കാർക്ക് മാത്രം ഇളവുകൾ കൊണ്ടു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ലിമിറ്റഡ് ബിസിനസ് വിസ സ്കീം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഇപ്പോൾ അറൗണ്ട് 100 വിസയാണ് പെർ ഇയറിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. അത് ഒരു എന്താ പറയുക പരീക്ഷണ ഓട്ടത്തിൽ ഇറക്കിയിരിക്കുന്ന ഒരു വിസയാണ്. അതിനകത്ത് എങ്ങനെ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് അതൊരു വലിയൊരു ലാർജ് സ്കെയിലിലേക്ക് കടക്കുകയുള്ളൂ. അത് മാത്രമല്ല ഈ സ്റ്റുഡൻസിൻ്റെ കേസിലും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റ് ICT ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ വഴി വരുന്നവർക്കും വർക്ക് വിസയിൽ വരുന്നവർക്കും കുറച്ചധികം ഇളവുകൾ കൊണ്ടുവരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. അത് പോസിറ്റീവായിട്ടാണ് ഇത് നമ്മുടെ ഓൾറെഡി എന്താ പറയുക പാർലമെൻറ്റിനകത്ത്, അത് യു കെ പാർലമെൻറ്റിനകത്ത് അവതരിപ്പിച്ചത്. അത് ഒരു 80-90% ഓക്കെ ആയി വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഉറ്റുനോക്കുന്ന സ്റ്റുഡൻറ്റ് വിസയിലേക്ക് എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ വിസ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം, തീർച്ചയായിട്ടും വരണം എന്നുള്ളത് തന്നെയാണ്. സോ ഈ ഒരു ന്യൂസ് പോസിറ്റീവായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്കിത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ കാണാം, നോ പ്രോബ്ലം. പക്ഷേ നമുക്ക് യങ് പ്രൊഫഷണൽ സ്കീമിൽ ഒരുപാട് പേര് നമ്മൾ കൊണ്ടുവരുന്നതുകൊണ്ടും
അതുപോലെ തന്നെ ഈ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഓക്കെ ഈ പറഞ്ഞ വരുന്ന പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നു. മറ്റു തരത്തിൽ UK അറിയാമല്ലോ, നിയമങ്ങൾ ഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ പരിപാടികളും അതിൻ്റെ ഭാഗമായിട്ട് ഒരു അടുത്ത അപ്ഡേറ്റ് ആണ്. ഇമിഗ്രേഷൻ അപ്ഡേറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ഉണ്ട്. സ്റ്റുഡൻറ്റ് വിസയിൽ, ഗ്രാജുവേറ്റ് വിസയിൽ, അതുപോലെ തന്നെ സ്കിൽഡ് വർക്കർ വിസയ്ക്കകത്ത്, NHSൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ കേസിനകത്ത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തു നിന്നും ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. പക്ഷേ അതേ രീതിയിൽ തന്നെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ്റെ കേസിനകത്ത് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നുണ്ട്. നോ അസൈലം ഫോർ സെക്സ് ഒഫൻഡേഴ്സ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഒരുപാട് പേര് ഇവിടെ ആവശ്യപ്പെടുന്നതാണ്. ഇവിടെ അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്രൂമിങ് ഗ്യാങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും കോലാഹലങ്ങളും അവരെ പിടിച്ച് എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് ഘോരഘോരമായിട്ട് പലരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ ഈ ഗ്രൂമിങ് ഗ്യാങ്ങിന്റെ എന്താണ് കേസ് ഇതിനകത്ത് പലർക്കും അറിയാം. ഞാനത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. സോ ഇങ്ങനെയുള്ള കേസുകളൊക്കെ പിടിച്ച് പുറത്താക്കുക. മറ്റൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് കാര്യം, കാരണം വേറെ ഒന്നുമല്ല, ഈ അടുത്ത് കുടിയേറി വന്നിട്ടുള്ള ഒരുപാട് മലയാളികൾ UK എത്തിയിട്ട് ഏതെങ്കിലുമൊക്കെ പണ്ട് പടങ്ങൾ കണ്ട ഏതൊരു വൈബിനാണ് തോന്നുന്നത്. ഇവർ ഈ പറഞ്ഞ പല ഓൺലൈൻ ആപ്പുകളിൽ ചാറ്റ് ചെയ്യുന്ന സംവിധാനമുള്ള ആപ്പുകളിൽ കയറിയിട്ട് ഇവരെ ഫിഷിങ്ങിൻ്റെ ഏരിയ അല്ലെങ്കിൽ ട്രാപ്പിൽ പെടുന്നു. അതായത് ചിലർ നിങ്ങളെ ഒന്ന് കുത്തിക്കഴിഞ്ഞും, അതായത് നല്ലൊരു പിമ്പിള്ളായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ റിപ്ലൈ ചെയ്യും. ചില ഏത് രീതിയിൽ റിപ്ലൈ ചെയ്യുന്ന എനിക്ക് ഞാൻ പറയുന്നില്ല. നല്ല രീതിയിൽ റിപ്ലൈ ചെയ്യുന്നവരുണ്ടാവും, ഒഴിവാക്കി പോകുന്നവരുണ്ടാവും. അങ്ങനെ റിപ്ലൈ ചെയ്ത് പണി കിട്ടിയ കുറേ ആൾക്കാരുണ്ട്. ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തത് വീണ്ടും ആവർത്തിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ അറിഞ്ഞുകൊണ്ട് തല വെച്ച് കൊടുക്കുന്നു ഇതേപോലെ ഓൺലൈൻ ചാറ്റിംഗ് ആപ്പ് വഴി. അവരെല്ലാം ഇനി ഈ സെക്സ് ഒഫൻഡേഴ്സിൻ്റെ അകത്തേക്ക്, ഇല്ലെങ്കിൽ ഇതേപോലുള്ള ഗ്രൂമിങ് ഗ്യാങ്ങിനകത്ത്, അല്ലെങ്കിൽ മറ്റുള്ള ഗ്യാങ്ങിനകത്തേക്ക് പെടും. അവർക്ക് പിന്നെ ഇവിടെ വിസയും കിട്ടൂല, അസൈലവും കിട്ടൂല. അസൈലം ഒന്നാമത് ഇന്ത്യക്കാർക്ക് കിട്ടില്ല, അതൊന്നും കിട്ടില്ല. ഓക്കെ, പിന്നെ അസൈലത്തിൻ്റെ കേസിൽ നമ്മുടെ ഒരുപാട് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സ്റ്റുഡൻസ് ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും ഒരുപാട് ഫ്രോഡ് ഏജൻറ്റ്സ്, ഫ്രോഡ് ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ്, അതുപോലെ ഇങ്ങനെയുള്ള ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് ഈ പറഞ്ഞ ആളുകളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസൈലും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഇടിപ്പിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് കാര്യം, ഇനി അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും അഡ്വൈസ് തരുന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ടുള്ള രജിസ്റ്റേർഡ് ഇമിഗ്രേഷൻ അഡ്വൈസർ ആണോ എന്ന് നിങ്ങൾ കൺഫേം ചെയ്യുക. അതല്ലെങ്കിൽ ഫേക്ക് അഡ്വൈസേഴ്സിന് അവർക്ക് 17 ലക്ഷം രൂപ ഫൈനും ജയിലും കിട്ടും. അതും പുതിയ ക്ലാപ്പ് ചെയ്യേണ്ട തന്നെ ആയിട്ടുള്ള ഒരു നിയമമാണ്. തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇങ്ങനെയുള്ള പരിപാടികളും തട്ടിപ്പുമായിട്ടും പുറത്തു വന്നിട്ടുണ്ട്. സോ ഈ ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നമ്മളേക്ക് ഗുണം ചെയ്യുന്നതും അതുമാത്രമല്ല ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ തള്ളാനും സാധിക്കുന്നതായിരിക്കും. സോ അങ്ങനെ ഒരു ന്യൂസ് വന്നിരിക്കുന്നു. അത് വളരെ നല്ലൊരു ന്യൂസായിട്ട് എനിക്ക് തോന്നി. അതുമാത്രമല്ല N2 ഹോട്ടൽ അക്കോമഡേഷൻ ഫോർ അസൈലം സീക്കേഴ്സ് പുതിയ ബില്ല് കൊണ്ടുവന്നിട്ട് അതിനകത്ത് തീർച്ചയായിട്ടും വെറുതെ തീറ്റിപ്പോറ്റുന്നു. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നുഴഞ്ഞു കയറി വന്നവർ ഇവിടെ തീറ്റിപ്പോറ്റുന്നു, പൈസ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ വന്നവരെ പുറം കാട് കൊണ്ട് ഒഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതിന് ഒന്നാമത്തെ കാര്യമാണ് ഇവിടെ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പൈസ കൊണ്ട് അസൈലം ഹോട്ടൽസിന് ചെലവഴിക്കുന്ന ഒരു കാര്യം. അത് കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ നിർത്തലാക്കി എന്നറിഞ്ഞുകൊണ്ട് ഡെഫിനറ്റ്ലി അതൊരു എന്താ പറയുക നല്ലൊരു ഒരു ന്യൂസായിട്ട് എനിക്ക് തോന്നി. അത് നല്ലൊരു കാര്യമാണ്, കാരണം ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ന്യൂ പവേഴ്സ് ഫോർ ഇമിഗ്രേഷൻ വാച്ച് ഡോഗ്സ്, ദ ബിൽ ഗീവ്സ് മോർ ടു ദ ഇമിഗ്രേഷൻ അഡ്വൈസ് അതോറിറ്റി. അതായത് റെഗുലേഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള ഗൈഡൻസുകൾ കൊടുക്കുന്ന ആളുകൾക്ക് അവരുടെ പണികൾ തെളിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം, ഇവിടെ ഒരുപാട് പേര് അസൈലം അപ്ലൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന മലയാളികൾ ഉൾപ്പെടെ ഈ അസൈലത്തിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നവരുമുണ്ട്. അസൈലത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു നല്ലൊരു ന്യൂസ് പറയട്ടെ. AI കൊണ്ടുവരുവാണ്, അതായത് ഈ അസൈലം അപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി, ഡിസിഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി. സോ പുതിയ AI സിസ്റ്റം, ഓക്കെ, AI ടു സ്പീഡ് അപ്പ് അസൈലം ഡിസിഷൻസ്. വെരി ഗുഡ്, നല്ലൊരു കാര്യമാണ്. പെട്ടെന്ന് പരിപാടി തീർത്ത് അങ്ങോട്ട് ഇല്ലാത്തവരെയൊക്കെ പിടിച്ചങ്ങോട്ട് കയറ്റി വിടുമല്ലോ. ഇപ്പോൾ നമുക്കറിയാം ക്രിസ്റ്റാമ ഗവൺമെൻറ് വന്നിട്ടാണ് 24,000-ഓളം ആളുകളെ പിടിച്ച് പുറത്താക്കിയത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നല്ലൊരു കാര്യമാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയും. റിട്ടേൺ നമ്പേഴ്സ് ഹിറ്റ്സ് ന്യൂ ഹൈ. അതായത് നമ്മുടെ ഋഷി സുനകിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇവിടുന്ന് ആളുകളെ കയറ്റി അയക്കുന്നതിൽ വളരെ പുറകോട്ടായിരുന്നു. എന്നാൽ ക്രിസ്റ്റാമൻ്റെ ഗവൺമെൻറ് നല്ല രീതിയിൽ മുന്നോട്ട് വരും. ഇത് പറയുമ്പോൾ ചിലർ പറയും നിങ്ങളൊക്കെ അവിടെ ഒന്ന് സേഫായി ഇരിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങളൊക്കെ ഇതൊക്കെ പറയുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും വിസിറ്റിംഗ് വിസയിലടക്കം വന്ന് ഇവിടെ ചാടിപ്പെട്ട് കിടക്കുന്ന മലയാളികളാണ് ഇതൊക്കെ പറയുന്നത്. ഇല്ലെങ്കിൽ അവരെ കൊണ്ടുവരാൻ നോക്കുന്ന ഏജൻസ് നാറികളാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഈ നാറികളൊക്കെ കാരണം ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്കും 8ന്റെ പണി കൊടുത്തു. ഒന്ന്
2, ഇവർ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന ആളുകളുടെ കണ്ണീരും കരച്ചിലും അവരുടെ വിഷമവും കേട്ട് ഞങ്ങളുടെ ചെവി അങ്ങോട്ട് മരവിച്ചു. കാരണം അവരെ ഇവിടെ 6 ലക്ഷത്തിനും 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും എന്തിന് ഫുൾ ഫാമിലി ആയിട്ട് കൊണ്ടുവന്ന് ചാടിച്ച് ഇവിടെ കൊണ്ടിട്ടിട്ട് അസൈലം അപ്ലൈ ചെയ്ത് അവിടെയും അവരെ പറ്റിച്ച് അസൈലം അപ്ലൈ ചെയ്ത് ഇന്ത്യക്കാർ കിട്ടുമെന്ന് പറഞ്ഞ് അസൈലം അപ്ലൈ ചെയ്തിട്ട് അവർ ലെറ്ററും മേടിച്ചു കൊടുത്ത്, അതായത് ഒരു ബെയിൽ ഡിസിഷനും മേടിച്ച് അവരെ ഇട്ട് പറ്റിക്കുന്ന ചില നാറികൾ ഉണ്ട്. ഓക്കെ, അവർ ഇതറിയുക. ഇനി AI ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്വിക്കായിട്ടായിരിക്കും പിടിച്ച് പുറത്താക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ റിട്ടേൺ നമ്പേഴ്സ് ഹിറ്റ്സ് ന്യൂ ഹൈ എന്ന് പറയുന്നതിൽ തന്നെ ഏകദേശം 6339 എൻഫോഴ്സ് റിട്ടേൺസ് ഉണ്ടായിട്ടുണ്ട്. 3594 ഫോറിൻ നാഷണൽ ഒഫൻഡേഴ്സ് ഇവിടെ വന്നിട്ട് ക്രൈം ചെയ്യുന്നവരെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. 6781 അസൈലം റിലേറ്റഡ് റിട്ടേൺസ്, അതായത് അസൈലം ഫ്ലോപ്പായി, ഇനി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇനി പിടിച്ചു നിർത്തുന്നൊന്നുമില്ല, അങ്ങോട്ട് കയറ്റി വിടുന്ന പരിപാടികളേ ഉള്ളൂ. പിന്നെ 46 ചാർട്ടേഡ് ഡീപ്പോർട്ടേഷൻ ഫ്ലൈറ്റ്സ് അക്രോസ് 4 കോണ്ടിനെന്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റാമ ഗവൺമെൻറ് നല്ല രീതിയിലുള്ള നയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ഇല്ലീഗൽ മൈഗ്രേഷന് മേലെയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ലീഗൽ മൈഗ്രേഷൻ ഇനി അടുത്ത ബോംബ് എന്താണെന്നുള്ളതാണ്. എനിവേ കൂടെ നിൽക്കുക. പിന്നെ ഇന്ത്യ ട്രേഡ് ഡീലിൽ ചെറിയൊരു വിശ്വാസമുണ്ട്, നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഗൈസ്, എനിവേ ചാനൽ ഇഷ്ടപ്പെട്ട പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.